എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഞാൻ പീഡനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പീഡന വാർത്തകൾ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയതായി പുറത്തു വന്ന ചില പീഡന വാർത്തകളും ശരിയോ തെറ്റോ എന്ന് നമുക്കറിയാത്ത ചില പീഡന വാർത്തകളും, അതേപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള വലിയ താരങ്ങളുടെ റെസ്പോൺസുകളും, അതോടൊപ്പം ജയസൂര്യ പറഞ്ഞ റെസ്പോൺസുകളിൽ എനിക്കുണ്ടായ കുറച്ച് സംശയങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചു പോയോ. വീഡിയോ കാണുന്നതിൽ 97% ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്. ഞാൻ തന്നെ ഇപ്പം എൻ്റെ കണ്ണാടി നോക്കി ചോദിക്കും, ഉളുപ്പുണ്ടോടാ നിനക്ക് ഇങ്ങനെ വീഡിയോ ഇടായിരുന്നു. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ മുഖം ഇടയ്ക്ക് കാണേണ്ടി വരുന്നൊരു പോരായ്മ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഇപ്പോഴത്തെ യാത്രയിലും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഓരോ ദിവസവും ട്രെയിനിൻ്റെ ബോഗികൾ പോലെയാണ് പീഡന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇതിലെ ശരിയേത് തെറ്റേത്, ശരിക്കും സംഭവിച്ചതാണോ ചുമ്മാ ഫെയിമിന് വേണ്ടി പറയുന്നതാണോ ഒന്നും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ആദ്യം ഈ ട്രെയിനിൻ്റെ ബോഗികൾ പോലെ ഒരു 3, 4, 5, 6 പീഡന വാർത്തകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതെല്ലാം നിലവിലെ സാഹചര്യത്തിൽ അലിഗേഷൻസ് മാത്രമാണ്. കണ്ടിട്ട് വരൂ. 28 ഡയറക്ടേഴ്സ് എന്നോട് മോശമായിട്ട് പെരുമാറ്റിയുണ്ട്. പക്ഷേ പേര് ഞാൻ പുറത്ത് പറയൂല. ഈ 28 പേരിൽ മലയാളികളുണ്ടോ? യെസ്. എങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു മാം, അത് പറയാമോ? ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ മൂവീസ്, ദാറ്റ്സ് ഓൾ. ആക്ച്വലി അച്ഛനും തുണിയും മറ്റു മക്കളും സിനിമയുടെ പ്രൊഡ്യൂസറിനെ അറിയിച്ച് ചെയ്യാൻ വന്നു. പ്രൊഡ്യൂസറും അവരുടെ ഫ്രണ്ട്സും വെച്ച് കഴിഞ്ഞ ഒരാളല്ല, ഒരു 5-6 പേര്. എന്റെ അസിസ്റ്റൻസ് ഒക്കെ അവിടെ പിടിപെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. MP മോഹന് അതാ രണ്ടാൾട്ടോ. മാം, അത് മലയാള സിനിമയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള മൂവിയാണത്. മാം അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്? പറഞ്ഞിട്ടില്ല, കാരണം അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. 28 പേർക്കെതിരെയാണ് സുഹൃത്തുക്കളെ ഈ കുട്ടി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ 1-2 പേരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ആ സിനിമയുടെ പേരും അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഞാനത് വീണ്ടും എടുത്തിട്ട് വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് ആ സിനിമയുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ പിന്നണി പ്രവർത്തകരെയും അതിനകത്തുള്ള മികച്ച നടന്മാരെയും എല്ലാം അറിയാൻ സാധിക്കും. ഇവരുടെ പിന്നെയും കുറച്ചും കൂടെ ജെനുവിനാന്ന് തോന്നുന്നു. ഒരു ദിവസം ഉറക്കം വേണ്ടിയിട്ട് ജയസൂര്യ എന്നെ പീഡിപ്പിച്ചു, മുകേഷ് എന്നെ പീഡിപ്പിച്ചു എന്ന് കുറേ ആൾക്കാർ പറഞ്ഞ സാധനം പോലാണെന്നും തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി. സത്യം നമുക്കറിയില്ല. പിന്നെ അവർ പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റിയിലേക്ക് നമുക്ക് വരാം കേട്ടോ. അതിനു മുമ്പേ നമുക്ക് ഈ മുകേഷ് ഇപ്പോൾ ഒളിവിൽ പോയവരെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. ഒളിവിലോ കാറിലോ മിസൈൽ പോലെയൊക്കെ പോയെന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുകേഷിനെ കുറിച്ച് ഒരു ചെറിയ സാധനം കാണിച്ചു തരാം, കണ്ടിട്ട് പോയോ? கேரளால நான் கண்டது ஒரு நாள் சும்மா அப்படியே நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன், ஏதோ வீடியோல அவங்க பார்த்துக்கிட்டு இருந்தாங்க. அப்ப நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேரவேன்லயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. நீங்க பாருங்க, யூ ஜஸ்ட் டைப் தி நேம் ஆஃப் தி ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். அது நான் பார்த்தேன். இது சினிமாட லொகேஷன் அது சொல்ல முடியாது. பிகாஸ் நான் இங்க ஒருத்தர் பிளேம் பண்றதுக்கோ இது சிஸ்டமே ராங். நான் அதுக்கப்புறம் எல்லா ஆர்டிஸ்டுக்கும் எல்லா லேடிஸ்க்கும் நான் சொல்லியிருக்கேன். எனக்கு அப்புறம் கேரவான்குள்ள போகவே பயமா இருந்தது. என்னடா இது, என்ன ഇറ്റ്സ് എ പ്രൈവറ്റ് സ്പേസ് ഫോർ us. ഒരു കാരവാനിന്റെ അത് 2 പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും ഇരിക്കും, രാത്രി നൈറ്റ് ഷൂട്ടിംഗ്. ഇപ്പുറത്തെ പോർഷനിൽ രാധികയാണ്. രാധികയും രാധികയുടെ അസിസ്റ്റൻസും. രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, കോമഡി ടൈം. ഈശ്വര ഭഗവാനെ, ഇവർ രണ്ടും സംസാരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാവല്ലേ ദൈവമേ ഞങ്ങളുടെ MLA കാത്തോളണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇവർ രണ്ടും പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ചാണോ എന്ന് നമുക്കറിയില്ല. ആണെങ്കിൽ മുകേഷ് സാറിനെതിരെയുള്ള സംശയത്തിൻ്റെ നിഴലുകൾ നീളുക തന്നെ ചെയ്യും. ഇതിപ്പോൾ 2 കാര്യങ്ങളെക്കുറിച്ചാണെന്നുള്ള വ്യക്തമാക്കേണ്ടത് മുകേഷ് സാറിൻ്റെ ഒരു ഉത്തരവാദിത്തമായി പോകുമെന്ന് തോന്നുന്നു. ഈ പോക്കാണ് പോകുന്നെങ്കിൽ. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മുകേഷ് ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് ഇച്ചിരി ഫണ്ണൊക്കെ അടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ വേറെന്തെങ്കിലും വിഷയമാകാം.
എന്തായാലും കാലം തെളിയിക്കട്ടെ എന്താണ് സത്യം എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പീഡന വാർത്ത കാണാം. ഇത് ഇപ്പോൾ കുറവല്ലല്ലോ, പക്ഷേ ഇതിൻ്റെ ഒന്ന് യാഥാർത്ഥ്യം എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ ഈ പരിഹസിക്കുന്ന രീതിയിൽ ഇടുന്നത്. യാഥാർത്ഥ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഇടാം. അപ്പോൾ അടുത്തൊരു വാർത്ത കൂടെ നിങ്ങൾ കണ്ടിട്ട് വരൂ. രാജ്യമടക്കം ചിത്രങ്ങളിലെ കാമുള്ള കഥാപാത്രങ്ങളിലൂടെയും വെളുത്തിലേക്ക് പുറത്തെ കരുത്തുറ്റ നിലപാടുകളിലൂടെയും ശ്രദ്ധയായ ലക്ഷ്മി രാമകൃഷ്ണൻ മലയാള സിനിമാ സെറ്റുകളിൽ മുതിർന്ന സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലെന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്. അതിന്റെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, ലക്ഷ്മി എന്നെ വന്ന് കാണാൻ ഞാൻ എറണാകുളത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ശരി സാർ, ഞാൻ മെസ്സേജിലാണ്, ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് കണ്ടിട്ട് പോവാം. അല്ല, എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യണം, അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞാൻ കുട്ടികളൊക്കെ വിട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ ഇന്ന് ഇവിടെ എന്റെ ഒപ്പം സ്റ്റേ ചെയ്യണം, എന്നാലേ ലക്ഷ്മിക്ക് ആ റോളുള്ളൂ എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വന്ന് നല്ലോണം മെസ്സേജ് തിരിച്ചയച്ചു, ശരിക്കും പറഞ്ഞു. അതോടെ എന്റെ റോള് പോയി. അത് ഡിലേ. ഈ നടിയെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളിയുടെ അമ്മയായിട്ടുള്ള കഥാപാത്രത്തെ അഭിനയിച്ച ആക്ട്രസ്സാണ് ഈ സംസാരിക്കുന്നത്. അവർക്കുണ്ടായ ദുരനുഭവമാണ്. ആ സിനിമയിൽ റോള് തരണമെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്തേ പറ്റൂ എന്നൊരു ഡയറക്ടർ പറഞ്ഞാണ്. ഈ വാർത്ത അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും. ആ ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ കാണാൻ സാധിക്കും. പറ്റുന്നവരത് തീർച്ചയായിട്ടും ഒന്ന് കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് നിരസിച്ചിട്ടുണ്ട്. നിരസിച്ചത് മൂലം നിരവധി അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഇതൊരു സൈഡ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത്തരത്തിൽ അവസരങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ആ അവസരങ്ങൾ പലരും സ്വീകരിച്ചത് മൂലം സിനിമയിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പക്ഷം. ഇത്തരത്തിൽ കുറേ അവസരങ്ങൾ വന്നിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടും സിനിമയിൽ അതൊന്നും എത്തിപ്പെടാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അത് മൂന്നാമത്തെ വശം. ഈ മൂന്നാമത്തെ ഒരു സൈഡിൽപ്പെട്ട ആളുകളായിട്ടാണ് ഇപ്പോൾ ജയസൂര്യ പീഡിപ്പിച്ചു, ഇപ്പോൾ മുകേഷ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മീനു മുനീറിനെ നമ്മൾ കണ്ടിരുന്നു. അവരുടെ മുഖം ബ്ലറാക്കി വിടണേ, എനിക്ക് സമയമുള്ള ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് അവരുടെ മുഖം കാണിച്ച് പബ്ലിസിറ്റി മേടിക്കുക മാത്രമാണ് ലക്ഷ്യം എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ജയസൂര്യ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അല്ല, പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ജയസൂര്യ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത്. അങ്ങനൊരു സംഭവം ഉണ്ട്. എൻ്റെ ദൈവമേ, ഇവരെയൊക്കെ എന്താ പറയണമെന്നുള്ളത്. ഇവരുടെ രസകരമായ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഡോക്ടറാണ് കേട്ടോ ഇവരുടെ ഡോക്ടറേറ്റിൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു വന്നേ, ബാക്കിയൊന്ന് സംസാരിക്കാം. ശരിയാണോ? ഡോക്ടർ ചാർജ് തന്നതാണോ? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA, അത് ഇവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. ഓ മാധവൻ സാർ. സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല എന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ അതെ അതെ, അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാണ് കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് ആയിരുന്നു സാർ. അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസ് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അത് സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം. അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ. ചക്ക ഏതാ മാങ്ങ ഏതാന്ന് അറിയാത്ത ഇതുങ്ങളൊക്കെയാണല്ലോ വന്നിരുന്ന് പുരോഗമനവാദമായിട്ട് ഇതിങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ഇവരുടെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇവരുടെ സംസാരം നിങ്ങളൊരു 10 മിനിറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഉടായ്പാണ്. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നി ഇവരുടെ ഉടായ്പാണ്, മീനു മുനീർ ഉടായ്പാണെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നി. ഇതിനകത്ത് ശരി എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരി അറിയാതെ നമ്മളങ്ങനെ ആക്ഷേപിച്ച് പറയാൻ പാടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് ഇവരുടെ ഉടായ്പാണെന്ന് തോന്നി. കാരണം ഇവർ പറയുന്നത് മൊത്തം മിസ്റ്റേക്കാണ്. അമേരിക്കയിലുള്ളൊരു യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഇന്ത്യയിലെ കേരളത്തിലെ പ്രവർത്തനം കണ്ടിട്ട് ISROയുടെ ചെയർമാനെ കൊണ്ട് ഡോക്ടറേറ്റ് കൊടുപ്പിച്ച ആ ഡോക്ടറേറ്റ് എന്തിനാണെന്ന് ഇവർക്കറിയത്തില്ല. ഡോക്ടറിനെ MBBS ഡോക്ടർ എന്നുള്ളത് മിസ്യൂസ് ചെയ്യരുതെന്നുള്ളതെന്ന് പറഞ്ഞ് മൊത്തവും മണ്ടത്തരം മാത്രം പറയുന്ന ഒരാൾ. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയുമില്ല എൻ്റെ സുഹൃത്തുക്കളെ. ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടറെണ്ണം തന്നെ ചോദിക്കുന്നുണ്ട് ഇത് ഉടായ്പാണെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന്. സത്യം ഇവർ 10 സെക്കൻഡ് സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഉടായ്പാണെന്നുള്ള കാര്യം. ഇനി ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ വന്ന് ജയസൂര്യക്കെതിരെ നമ്മുടെ സംശയത്തിൻ്റെ കണ്ണുകൾ നീഴുന്ന സാഹചര്യത്തിൽ ജയസൂര്യ ഇതിനെതിരെ പ്രതികരിച്ചു. ആ പ്രതികരണം ഞാനൊന്ന് കാണിച്ചു തരാം, കണ്ടിട്ട് വരും. ഇനി നമുക്കിത് 2 വശത്തു നിന്ന് ഒന്ന് ചിന്തിക്കാം. ജയസൂര്യ ഇതിനകത്ത് കുറ്റക്കാരനാണ് എന്നുള്ള പക്ഷത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഇനി ജയസൂര്യ ഇതിൽ കുറ്റക്കാരനല്ല എന്നൊരു പക്ഷത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്തരത്തിലൊരു അലിഗേഷൻ വരുന്നു, വീട്ടിലും നാട്ടിലൊക്കെ അഡ്ഡാറായിട്ട് നാറി അദ്ദേഹം. ഇനി ഈ സാധനം തെളിയിക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെ തെളിയിക്കും? കുറ്റക്കാരനാണെന്നും തെളിയിക്കാൻ പറ്റത്തില്ല, കുറ്റക്കാരനല്ലെന്നും തെളിയിക്കാൻ പറ്റത്തില്ല. എങ്ങനെ തെളിയിക്കാൻ പറ്റും? യാതൊരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല.
ആയതിനാൽ ഈ ഒരു അലിഗേഷൻ ജീവിതകാലം മൊത്തം ജയസൂര്യയുടെ തലക്കിരിക്കും. അത് ഒരു തരത്തിൽ മാറ്റാൻ പറ്റത്തില്ല. ജയസൂര്യ എന്നല്ല, ഈ എല്ലാ നടന്മാരുടെയും ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം ചില സാധനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നു പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ വല്ല ഹോട്ടലിൽ റൂം എടുത്തെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലാണ്ട് ഇതൊന്നും പ്രൂവ് ചെയ്യാനൊന്നും നടക്കുന്ന കേസല്ല. ഇനി ഇവരുടെ നാട്ടുകാരുടെയൊക്കെ മുമ്പിലും എന്തൊരു നാണക്കേടായിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നിഷ്കളങ്കനാണെന്ന് തെളിയിക്കാൻ പോലും ഒരു അവസരമില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? അതാണ് ജയസൂര്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ടായി, സൂപ്പർ താരങ്ങളെല്ലാം ഒളിച്ചോടി എന്നുള്ള വാർത്തകൾ വന്നു. പൃഥ്വിരാജൻ ടൊവിനോ വന്ന് മാസടിച്ച് സ്റ്റാർ ആവാൻ നോക്കി, അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരാൻ നോക്കി. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നത്. ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹം അമ്മയുടെ പ്രസൻസ് സ്ഥാനത്തിരുന്നപ്പോഴത്തേനും വായിൽ സിബിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്തു. എന്നോട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് മോനെ, എനിക്കറിയത്തില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് മാനേജ് ചെയ്തു. കുഴപ്പമില്ല, നൈസ് മൂവ് ആയിരുന്നു. അതിനുശേഷം മോഹൻലാൽ പ്രതികരിക്കുമ്പോൾ മമ്മൂട്ടി പ്രതികരിച്ചില്ലേ, മോശമല്ലേ? മമ്മൂക്ക പ്രതികരിച്ച് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിതിനെ വലുതായിട്ടങ്ങ് വലിച്ചു നീട്ടി വിശദീകരിക്കുന്നൊന്നുമില്ല. ഇവരെല്ലാവരും പറയുന്നൊരു സാധനം ഇതെല്ലാം അലിഗേഷൻസ് തന്നെയായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ്, ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ തയ്യാറാണ്, അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. ഇങ്ങനെയൊക്കെ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടികൾ തന്നെയാണ് ഇവരെല്ലാം പറഞ്ഞത്. ജയസൂര്യ വ്യാജമാണെന്ന് പറഞ്ഞു, മോഹൻലാൽ ഇത് തന്നെ പറഞ്ഞു, മമ്മൂക്ക ഇത് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ശരിക്കും ഇത്തരത്തിലുള്ള തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഫേക്ക് അലിഗേഷനാണ് വരുന്നതെന്നുള്ള ഭാഗത്തിൽ ഈ സ്ത്രീകൾ ശിക്ഷിക്കപ്പെടണം. കാരണം ഇവരെല്ലാം പറയുന്നൊരിതുണ്ട്, സ്ത്രീ എന്താണോ പറയുന്നത് അതാണ് തെളിവുകൾ. അതില്ലാന്ന് തെളിയിക്കേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ്. അതൊരുമാതിരി ഏർപ്പാടാണ് കേട്ടോ. അങ്ങനൊരു സാധനം നമ്മുടെ നിയമത്തിൽ തരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുതെന്നാണ് എനിക്ക് ഇത്തരത്തിലുള്ള കള്ളത്തരത്തിൽ സാധനങ്ങൾ ചെയ്യുന്ന സ്ത്രീകളോട് സംസാരിക്കണം. സത്യസന്ധമായിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും എതിർത്തിക്കണം. കള്ളത്തരത്തിലാണെങ്കിൽ ഇവർക്ക് തിരിച്ച് പണി കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എല്ലാ വീഡിയോയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ ഇവിടെയും പറയുന്നു, നിലവിലെ സാഹചര്യം വരെ ഇതെല്ലാം അലിഗേഷൻസ് മാത്രമാണ്. സത്യം ഏതാണെന്ന് നമുക്കറിയില്ല. സത്യം അറിയാതെ നമ്മൾ ഒന്നിലേക്കും ഇന്ന ആളാണ് തെറ്റുകാരനെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ന്യായ വ്യവസ്ഥകൾ കൃത്യമായ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ 97% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ, എന്നിട്ട് ലൈക്ക് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ, എന്നിട്ട് കമൻറ്റ് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. നല്ല കമൻറ്റുകൾ ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.